ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പക്കോട ഫെസ്റ്റിവലാണ്. പക്കോട ഫെസ്റ്റ് എന്നാണ് ഷോർട്ട് ഫോമിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്കോട മിക്കവാറും എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പക്കോടയാണ്. പക്കോട നമ്മൾ പലതരത്തിലുള്ള പക്കോട ഉണ്ടാവും. അങ്ങനെയുള്ള പക്കോടയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഓരോന്നും നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനാദ്യമായിട്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കോട ഉണ്ടാക്കുന്നതിനൊരു ബാറ്റർ ഉണ്ടാക്കണമല്ലോ, ഒരു മാവ് ഉണ്ടാക്കണം. ആ മാവ് ഉണ്ടാക്കുന്നത് വെച്ച് നമുക്ക് തുടങ്ങാം. ഇവിടെ സ്റ്റൗവിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതീരാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം കടലമാവാണ്, ബംഗാൾ ഗ്രാം പൗഡർ, ബേസൺ എന്ന് പറയുന്ന കടലമാവാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് 2 കപ്പുണ്ട്. ഇത് 2 കപ്പിൽ നിർബന്ധമൊന്നുമില്ലെങ്കിലും കുറച്ച് അരിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിൽ ചേർക്കുകയാണ്. അത് മാവിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അത് ചേർക്കേണ്ട മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തു. പിന്നെ കായം പൊടിയാണ് ചേർക്കേണ്ടത്. കായം ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ കൈക്കണക്കാണ് കേട്ടോ. ഒരു ഇത്തരം 2 കപ്പ് ബേസനുള്ളപ്പോൾ ഒരു ടീസ്പൂൺ കായം ചേർക്കാം. പിന്നെയുള്ളത് നമ്മുടെ അയമോദകമാണ്. ഈ അയമോദകം ചേർക്കുമ്പോൾ കൈ കൊണ്ടൊന്ന് ഞെരടി ചേർക്കണം. ഈ സമോസയ്ക്കൊക്കെ ഇത് ചേരുന്നതാണ്. പിന്നെ നമ്മുടെ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. നമുക്കിനി വെള്ളം ചേർക്കാം. അതിന് മുമ്പ് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് ബാറ്റർ കലക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് കൃത്യമായ കണക്കൊന്നുമില്ല, നമ്മൾ ഒഴിച്ച് കലക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കട്ടിയായ ഒരു ബാറ്റർ തയ്യാറാകുന്നവരെ നമ്മൾ വെള്ളം ചേർത്ത് ഇത് കലക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വിസ്കർ വെച്ചിട്ട് നന്നായിട്ട് ഇത് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടയ്ക്കണം, നന്നായിട്ട് കട്ട ഉടയ്ക്കണം. അപ്പോൾ കൺസിസ്റ്റൻസി ഇത് മതിയാവും. ഇനി ഇത് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിംഗ് ഉണ്ട്. ജോധ്പൂരി മിർച്ച് വട ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ബജി മുളക് എടുത്തിട്ട് ഇതിൻ്റെ DCD ആണ്, സീഡുകൾ, ഇതിൻ്റെ കുരുകളൊക്കെ മാറ്റി കഴിഞ്ഞ് ഇവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മളൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഐറ്റങ്ങളൊക്കെ നമ്മൾ ചേർക്കാനുണ്ട്. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർക്കണം. പിന്നെ മല്ലിപ്പൊടി ചേർക്കണം കുറച്ച്. മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ ആംചൂർ എന്ന് പറഞ്ഞാൽ മാങ്ങാപ്പൊടിയാണ്. മാങ്ങാപ്പൊടി ചേർക്കണം. ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നതായിരിക്കും, ഒന്നും പ്രയാസപ്പെടേണ്ട. ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കിട്ടും. പിന്നെ റോസ്റ്റഡ് ജീര പൗഡർ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. പിന്നെ നമ്മുടെ മല്ലിയില, ഇതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ഇതെല്ലാം ഞാൻ വിഷം കളഞ്ഞിട്ടുള്ള മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പെരിഞ്ജീരകപ്പൊടിയൂടെ നമ്മളിതിനകത്ത് ഇടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പക്കോട ഐറ്റങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതാദ്യം നമ്മൾ ഉണ്ടാക്കി മാറ്റി വെക്കാം. ഇതാദ്യം മല്ലിയില, ഇതൊന്നും കണക്കൊന്നുമില്ല, ഒരു ഏകദേശം ഒരു കണക്കനുസരിച്ചുള്ള മല്ലിയില. പിന്നെ പുതിന ഇല, പിന്നെ നമ്മുടെ ആംചൂർ മാങ്ങാപ്പൊടി,
പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 6-7 അല്ലി, പിന്നെ നമുക്കല്പം ബ്ലാക്ക് സോൾട്ട്, നമ്മുടെ റോക്ക് സോൾട്ട് എന്ന് പറയും, പിന്നെ നമുക്ക് കുറച്ച് ചാറ്റ് മസാല ചേർക്കാനുണ്ട്. ചാറ്റ് മസാല, നമ്മളപ്പോൾ ഇഞ്ചി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ ഇഞ്ചി കൂടെ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ നാരങ്ങാനീര്, ലെമൺ ജ്യൂസ് ഇതിൽ ചേർക്കും. വേറെ ഇതിന് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു അല്പം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, ഒരു ചെറുതായിട്ട് ലേശം, കാരണം നമ്മൾ ബ്ലാക്ക് സോൾട്ട് ചേർക്കുന്നതുകൊണ്ടാണ്. നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ ചട്നി ഏതാണ്ട് അരച്ചു. ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കണമായിരുന്നു, ഒന്ന് വിട്ടുപോയതാണ്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത്, നമ്മുടെ ബേങ്കൺ, നമ്മുടെ കത്തിരിക്ക കൊണ്ടുള്ള പക്കോടയാണ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ. ഇനി ഇത് നമ്മുടെ ബജി മുളക്, പിന്നെ ഇത് നമ്മുടെ പാലക്, സ്പിനാച്ച് എന്ന് പറയുന്നതാണ്. പിന്നെ കൂടാതെ നമ്മുടെ പടച്ചിക്കായ എന്നാണ് ഇവിടെ പറയുന്നത്, പടച്ചിക്കായ എന്നാണ് ഇവിടെ പറയുക. നമ്മളൊരു വലിപ്പമുള്ള വാഴയ്ക്കയാണ്. ഇത് കറി വെക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ എറണാകുളം സൈഡിൽ പറയുന്നത് പടച്ചിക്കായ എന്നാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ പടച്ചിക്കായുടെ പക്കോടയാക്കി എടുക്കാം. ഇതൊക്കെ നമ്മുടെ തട്ടുകടയിൽ ഇഷ്ടമായി കിട്ടുന്നതാണ്. നമ്മുടെ പടച്ചിക്കായ എന്ന് പറയുന്ന ഇതാണ്. ഇതിൻ്റെ തൊലി ചെത്തിയതാണ്. ഇത് ഇത്ര നീളം ഉണ്ടാവുള്ളൂ, കുറച്ചുകൂടി നീളം ഉണ്ടാവും രണ്ട് സൈഡിൽ നിന്നും. ഇത് ചില നാടുകളിലൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നുള്ളൂ പടച്ചിക്കായ എന്ന് പറയുന്നത്. നമുക്ക് മാറിയിരിക്കട്ടെ. ഇനി നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യൻ രീതിയിൽ ഏത് എണ്ണപ്പലഹാരം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നുകൂടെ എണ്ണയ്ക്കകത്തിടും. അപ്പോൾ ആ ക്രിസ്പിനെസ് കൂടുതൽ കിട്ടും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. ഇപ്പം നമ്മളിതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ ഇടും. തിരിച്ചിങ്ങോട്ട് തന്നെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്രിസ്പാകും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മളായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഇതിൻ്റെ അകത്തിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇനി അടുത്തത് നമുക്ക് ബേങ്കണാണ്, നമ്മുടെ കത്തിരിക്ക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്ന് പുറത്തെടുത്ത് കഴിഞ്ഞ് രണ്ടാമത് ഇടാം. നല്ല കണ്ടോ, നല്ല വീർത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത് ഇതിലേക്ക് ഇടുക.
ഇനി നമുക്ക് പൊട്ടറ്റോ ചിപ്സ് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരു തവണ പുറത്തെടുത്തിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിരിക്കുകയാണ്. മുളക് ബജിയാണ്. മുളക് ബജി ജോധ്പുരി അല്ല, സാധാരണ മുളക് ഇതേമാതിരി തന്നെ നടുവേ കീറിയിട്ട് ഇത് കളയും. ഇതിൻ്റെ കുരു കളഞ്ഞിട്ടെടുത്തിട്ടാണ് ഉണ്ടാക്കുക. ഇനി നമ്മുടെ ജോധ്പുരി അല്ലെ രാജസ്ഥാനി മിർച്ച് വട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ. ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്. ഇത് മൊത്തം ഇതിനെ കൂടെ കവർ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് മിക്സർ കൊണ്ട് ഈ മുളകിനെ മൊത്തം കവർ ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിൽ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സൈഡ് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ ജോധ്പുരി മിർച്ചി വട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഈ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി മുക്കുക, നന്നായിട്ട് മുക്കുക. ഇതൊക്കെ പ്യുവർ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് കേട്ടോ. ഇടുക. ഇനി നമ്മൾ പാലക്കിൻ്റെ സാഗ് പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ന് പറയുമ്പോൾ സ്പിനാച്ച്. അത് നമ്മൾ ബാറ്ററിലേക്ക് ഇടാം. സാഗ് പക്കോട ഇത് മാത്രമല്ല, നമ്മൾ കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, അതുപോലെ വേറെ ചില ചീരകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കൊന്ന് പുറത്തെടുക്കാം. എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പുറത്തെടുത്തിട്ട് രണ്ടാമത് ഇതിലേക്ക് ഇടുക. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. രണ്ടാമതിട്ടു. അപ്പോൾ നമ്മുടെ പക്കോട ഫെസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മുടെ മിൻറ്റ് ചട്നിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയിട്ട് കൃത്യമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ ചേർത്തിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. അതിലൊന്നും എത്ര മാറ്റം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ടേസ്റ്റ് കുറയും. പിന്നെ ഇതിനകത്ത് പുതിന ചട്നിക്ക് തൈരൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇത് ഗഗ്രീൻ ചട്നിയാണ്. ഇത് തൈര് വേണ്ടാത്ത ചട്നിയാണ്. അപ്പോൾ നമ്മൾ 6 തരം പക്കോടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പക്കോട ഫെസ്റ്റ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു അടുത്ത ഉടനെയല്ല, അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വേറെയും പക്കോട പാർട്ട് 2 പ്രതീക്ഷിക്കാം. അത് ഓണിയൻ പക്കോട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡ് ഉണ്ടാവുക. അത് മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ എല്ലാം കൂടെ ഒന്നിച്ച് പരീക്ഷിക്കേണ്ട, ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ചട്നിയും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് സാഗ് ഇലയുടെ പക്കോട ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നിങ്ങളതെല്ലാം പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ ചാനലിൽ നിലനിർത്തേണ്ടേ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും യാത്ര പറയുകയാണ്. നമസ്കാരം, ഗുഡ് ബൈ, ജയ് ഹിന്ദ്.